ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെന്റൻസ് എന്ന് പറയുന്നത് ഫോൺ കോളുകളിൽ ഏറ്റവും ലളിതമായി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ. ഫോൺ കോൾ നമ്മൾ എല്ലാവരും ഡെയിലി ലൈഫിൽ ഫോൺ ചെയ്യാറുള്ളവരാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സെന്റൻസിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരാളെ കിട്ടണം. അപ്പോൾ ആ ആളെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഹലോ, എനിക്ക് അരുണിനോട് സംസാരിക്കാമോ എന്ന് നമ്മളൊരു സമ്മതം ചോദിക്കുകയാണ് അല്ലെ. ഇപ്പൊ ഒരു ഓഫീസിലേക്കാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്കാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സമ്മതം ചോദിക്കാറുണ്ട് അല്ലെ. ഹലോ, എനിക്ക് അരുണിനോട് സംസാരിക്കാമോ എന്ന് ചോദിക്കണമെങ്കിൽ അരുൺ എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള നെയിം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മളൊരു സമ്മതം ചോദിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മേ ഐ എന്ന് യൂസ് ചെയ്യാം. എനിക്ക് സംസാരിക്കാമോ എന്നാണല്ലോ. ഹലോ, മേ ഐ സ്പീക്ക് ടു അരുൺ. ഹലോ, മേ ഐ സ്പീക്ക് ടു അരുൺ. എനിക്ക് അരുണിനോട് സംസാരിക്കാമോ? ഓക്കെ, ആരാണ് വിളിക്കുന്നത്? ഹു ഈസ് കോളിംഗ് പ്ലീസ് അല്ലേ. ഒരു പ്ലീസും കൂടി ആഡ് ചെയ്യാം. ഇംഗ്ലീഷിൽ പൊളൈറ്റ് ആയി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലീസ് എന്ന് ആഡ് ചെയ്യുന്നത് ഹു ഈസ് കോളിംഗ് പ്ലീസ്. ഓക്കെ, ചിലപ്പോ ഈ അരുൺ എന്ന വ്യക്തി അല്ലെങ്കിൽ വേറെ ആള് ഇപ്പോ ആ സ്ഥലത്ത് ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ പറയാണ് അദ്ദേഹം ഇപ്പോൾ ലഭ്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇപ്പോൾ കിട്ടാൻ സാധിക്കില്ല എന്ന് പറയാറുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷില് he isn't available right now. he isn't available right now. അദ്ദേഹം ഇപ്പോൾ ലഭ്യമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇപ്പോൾ കിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ പിന്നീട് തിരിച്ചു വിളിക്കട്ടെ. ഒരു അനുവാദം ചോദിക്കുകയാണ് അല്ലെ. ഞാൻ നിങ്ങളെ പിന്നീട് തിരിച്ചു വിളിക്കട്ടെ. can I call you back later? can I call you back later? ഞാൻ നിങ്ങളെ പിന്നീട് തിരിച്ചു വിളിക്കട്ടെ. അപ്പൊ നമുക്ക് ക്യാനയും മേ ഐയൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇപ്പം റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയി കേൾക്കാറില്ല അല്ലെ. അപ്പൊ നമ്മൾ പറയാറുണ്ട് ശബ്ദം വ്യക്തമായി കേൾക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വ്യക്തമായി കേൾക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ദ ലൈൻ ഈസ് ബ്രേക്കിംഗ് അപ്പ്, അതായത് ഇങ്ങനെ മുറിഞ്ഞു കേൾക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നെറ്റ് പ്രോബ്ലം ആയിരിക്കും. അപ്പം The line is breaking up. ശബ്ദം വ്യക്തമായി കേൾക്കുന്നില്ല. എനിക്ക് നിങ്ങളെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പറയുന്നത് എനിക്ക് വ്യക്തമാകുന്നില്ല. ഒരുപാട് സിറ്റുവേഷനിൽ നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലേ. ഇപ്പൊ നെറ്റ് കോളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും വ്യക്തമാവാറില്ല. ചില സിറ്റുവേഷനിൽ റേഞ്ച് ഉണ്ടാവാറില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളൊക്കെ പറയാറുള്ളതാണല്ലോ ഈ സെന്റൻസ്. I can't hear you clearly. I can't hear you clearly. എനിക്ക് നിങ്ങളെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. ദയവായി ഒരു നിമിഷം കാത്തു നിൽക്കൂ. ഇത് നമുക്ക് പല സിറ്റുവേഷനിലും യൂസ് ചെയ്യാം. ദയവായി ഒരു നിമിഷം കാത്തു നിൽക്കൂ എന്നെങ്ങനെ പറയാ? ദയവായി. പ്ലീസ്, നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ പ്ലീസ് ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. പ്ലീസ് ഹോൾഡ് ഓൺ ഫോർ എ മൊമെന്റ്. പ്ലീസ് ഹോൾഡ് ഓൺ ഫോർ എ മൊമെന്റ്. ദയവായി ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മിനിറ്റ് കാത്തു നിൽക്കൂ. ഞാൻ നിങ്ങളെ 10 മിനിറ്റിനുള്ളിൽ വിളിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സമയപരിധിക്കുള്ളിൽ. ഇങ്ങനെ നമ്മൾ ആ സമയപരിധിക്കുള്ളിൽ എന്ന് തന്നെ നിർബന്ധമാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അതുപോലെ അതൊരു നിർബന്ധമല്ല, ഞാൻ നിങ്ങളെ 10 മിനിറ്റിനുള്ളിൽ വിളിക്കാം എന്ന്. ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ വിളിക്കാതിരിക്കാം. ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവർ മസ്റ്റ് ആയിട്ടും കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ കമന്റിന്. ഓക്കെ, ഐ വിൽ കോൾ യു ഇൻ 10 minutes. ഐ വിൽ കോൾ യു ഇൻ 10 minutes. നിങ്ങൾ എൻ്റെ കോൾ മിസ് ചെയ്തോ? അതായത് നിങ്ങൾ എൻ്റെ കോൾ കട്ടാക്കിയോ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. നിങ്ങൾ എൻ്റെ കോൾ മിസ് ചെയ്തോ? ഡിഡ് യു മിസ് മൈ കോൾ? ഡിഡ് യു മിസ് മൈ കോൾ? നിങ്ങൾ എൻ്റെ കോൾ മിസ്സാക്കിയോ അല്ലെങ്കിൽ മിസ് ചെയ്തോ? ഞാൻ മറ്റൊരു കോളിലാണ്. I'm on another call. I'm on another call. ഞാൻ മറ്റൊരു കോളിലാണ്. ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കാം. ഞാൻ നിങ്ങളെ പിന്നീട് വിളിക്കാം. I will call you later. I will call you later. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കൂ. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കൂ. Please call me when you are free. Please call me when you are free. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കൂ. എൻ്റെ ഫോണിന്റെ ബാറ്ററി കുറവാണ്. അതായത് ചാർജ് കുറവാണെന്ന് പറയാറുണ്ട്. എൻ്റെ ഫോണിന്റെ ബാറ്ററി കുറവാണ്. മൈ ഫോൺ ബാറ്ററി ഈസ് ലോ. മൈ ഫോൺ ബാറ്ററി ഈസ് ലോ. കോൾ ഡിസ്കണക്ട് ആയി എന്ന് പറയാറുണ്ട് അല്ലേ. അതായത് കോൾ ചെയ്യുന്നതിനിടയിൽ കണക്ഷൻ പോയി അല്ലെങ്കിൽ ഡിസ്കണക്ട് ആയി അല്ലെങ്കിൽ വിച്ഛേദിച്ചു, നിലച്ചു എന്നൊക്കെ പറയാറുണ്ട്. ദ കോൾ ഗോട്ട് ഡിസ്കണക്റ്റഡ്.
ദ കോൾ ഗോട്ട് ഡിസ്കണക്റ്റഡ്. കോള് ഡിസ്കണക്റ്റ് ആയി. ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചതാണ്. അതായത് ആ ഒരു ജസ്റ്റ് ടൈം അത് പറയുകയാണെങ്കിലോ, ഐ ജസ്റ്റ് കോൾഡ് യു. ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിച്ചതാണ്. നിങ്ങൾ എന്തുകൊണ്ട് കോൾ എടുക്കാത്തത്? Why didn't you answer the call? ഞാൻ ഒരു കാര്യം അറിയിക്കാൻ വിളിക്കുകയാണെന്ന് പറയാറുണ്ട് അല്ലേ? ഞാനൊരു കാര്യം അറിയിക്കാൻ വിളിക്കുകയാണ്. I'm calling to inform you about something. ഞാനൊരു കാര്യം അറിയിക്കാൻ വിളിക്കുകയാണ്. ഇപ്പോൾ തിരക്കിലാണോ? Are you busy now? നിങ്ങളിപ്പോൾ തിരക്കിലാണോ? നിങ്ങൾക്ക് ഇപ്പോൾ സംസാരിക്കാമോ? Can you talk now? ദയവായി കുറച്ചുകൂടി ഉറക്കെ സംസാരിക്കൂ അല്ലെ? നമുക്ക് കേൾക്കാതാവുമ്പോൾ പറയാറുണ്ട്. Please speak a little louder. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉച്ചത്തിൽ എന്നാണ് കേട്ടോ. Please speak a little louder. കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കൂ. ദയവായി പതുക്കെ സംസാരിക്കൂ എന്ന് പറയുകയാണെങ്കിലോ, ദയവായി പതുക്കെ സംസാരിക്കൂ. Please speak slowly എന്ന് പറയാം. എനിക്കത് വ്യക്തമായി മനസ്സിലായില്ല. I didn't catch that. ദയവായി അത് വീണ്ടും പറയാമോ? Could you repeat that please? നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? അല്ലേ, ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആവാത്തത് കൊണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? Where are you calling from? ഞാൻ ഉച്ചഭക്ഷണത്തിന് ശേഷം നിങ്ങളെ വിളിക്കാം. I will call you after lunch. ഞാൻ വൈകുന്നേരം നിങ്ങളെ വിളിക്കാം എന്നാണെങ്കിലോ, I will call you in the evening. ഞാൻ ഇന്നലെ നിങ്ങളെ വിളിക്കാൻ ശ്രമിച്ചു. I tried to call you yesterday. നിങ്ങളുടെ ഫോൺ ഓഫ് ആയിരുന്നു. Your phone was switched off. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നിങ്ങളുടെ ഫോൺ ബിസി ആയിരുന്നു എന്നാണെങ്കിലോ ഇങ്ങനെയും നമുക്ക് സംഭവിക്കാറുണ്ട്. നിങ്ങളുടെ ഫോൺ ബിസി ആയിരുന്നു. Your phone was busy. എനിക്ക് നിങ്ങളെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. I couldn't reach you. ദയവായി കോൾ വിച്ഛേദിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവായി കോൾ കട്ട് ചെയ്യരുതെന്ന് പറയാറുണ്ടല്ലോ. Please don't cut the call. ഞാൻ സ്പീക്കറിലിടാം പറയാറുണ്ടല്ലോ. ഞാൻ സ്പീക്കറിലിടാം. Let me put you on speaker. ഞാൻ സ്പീക്കറിലിടാം. എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. I have something important to tell you. ഞാൻ എപ്പോൾ നിങ്ങളെ വിളിക്കണം, അതായത് എപ്പോൾ നിങ്ങളെ വിളിക്കാൻ കഴിയും, എനിക്ക് എപ്പോൾ നിങ്ങളെ വിളിക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ഒരാളോട് നമുക്കൊരു സമ്മതം ചോദിക്കണമെങ്കിൽ when can I call you? എനിക്ക് എപ്പോൾ നിങ്ങളെ വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങളെ വിളിക്കാൻ കഴിയും എന്ന് ചോദിക്കുകയാണ്. when can I call you? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നമ്മൾ ഡെയിലി ലൈഫിൽ ഫോൺ കോളിൽ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. നീ ആ ഫോട്ടോ എന്റെ വാട്സപ്പിൽ അയക്കുമോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. നീ എനിക്ക് ആ ഫോട്ടോ വാട്സപ്പിൽ അയക്കുമോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നല്ലൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു സോ മച്ച്.